ഇന്ന് രാവിലെ പ്രതികളെ പെരിയ കൊലക്കേസിലെ പ്രതികളെ കോടതിയിലേക്ക് എത്തിച്ചു. അവർക്ക് പറയാനുള്ള ഭാഗം കോടതി കേട്ടു. അവർ പരമാവധി ശിക്ഷ നൽകുന്നതിന് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഒരു ശ്രമം എന്നുള്ള നിലയ്ക്ക് പ്രതികൾ ഏറ്റവും മിനിമം ശിക്ഷ നൽകണം എന്നാവശ്യപ്പെടുകയായിരുന്നു. അതിന് പല കാരണങ്ങൾ ഓരോ പ്രതികൾക്കും പറയാൻ ഈ പ്രായമായ മാതാപിതാക്കളുടെ അടക്കമുള്ള പറയുന്ന സ്ഥിരം കാരണങ്ങളൊക്കെ പ്രതികൾക്കുമുണ്ട്. അതാ പ്രതികൾ കോടതിയിൽ പറഞ്ഞു. എന്തായാലും ശിക്ഷാവിധി 12:15 കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 14 പേർക്ക് കൊച്ചി പ്രത്യേക CBI കോടതി 12:15 ശിക്ഷാവിധി പ്രസ്താവം ഉണ്ടാകും. കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകൻ CPIM ലോക്കൽ കമ്മിറ്റി മുൻ അംഗമായ പീതാംബരൻ, ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരാണ് കുറ്റക്കാർ. പിയൂർ ജയിലിൽ നിന്നുള്ള പ്രതികളെ കോടതിയിലേക്ക് രാവിലെ എത്തിച്ച ദൃശ്യങ്ങൾ പ്രേക്ഷകർ നേരത്തെ കണ്ടിരുന്നു. അവിടെ കല്യോട്ട് കൃപേഷ് ശരത്ലാലിൻ്റെയും അച്ഛനും അമ്മയും അടക്കമുള്ളവർ, രാഷ്ട്രീയ നേതാക്കൾ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, ഡീൻ കുര്യാക്കോസ് MP അടക്കമുള്ളവർ അവിടെ ഉണ്ട്. അവരും 12:15 ശിക്ഷാവിധി പ്രഖ്യാപനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്ക് വധശിക്ഷ നൽകണം എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രോസിക്യൂഷൻ പറയുന്ന മട്ടിൽ. പരമാവധി ശിക്ഷ കിട്ടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ പ്രതികളുടെ അഭിഭാഷകൻ വാദിക്കുന്നത് പ്രതികൾക്ക് മനപരിവർത്തനം ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്, അവർ നല്ല ആളുകളായി തുടങ്ങിയ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുമുണ്ട്. വിജയകുമാർ ചേർന്നു. വിജയകുമാർ, എന്തായാലും ഈ കേസിന്റെ ശിക്ഷാവിധി അത് പരമാവധി ശിക്ഷയാവുന്നില്ലെങ്കിൽ, അതിന് പരമാവധി ശിക്ഷ ആണെങ്കിൽ കൂടിയും ഈ വ്യവഹാര വഴികൾ തീരാൻ പോകുന്നില്ല. ഇത് സുപ്രീം കോടതിയിലേക്ക് നീളാൻ പോകുന്നു. നേരത്തെ 10 പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ കൃപേഷ് ശരത്ലാലിനെ വീട്ടുകാർക്ക് മേൽക്കോടതികളിലേക്ക് പോകാൻ പോകുന്നു. അപ്പോൾ ഇതിന്റെ വ്യവഹാര വഴികൾ ഇനിയും തുടരും. വിജയകുമാർ, ഉറപ്പായും ഹാഷ്മി, വിചാരണ കോടതി വിധി, ആ വിധിയെ പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഒക്കെ മേൽക്കോടതിയിൽ ചോദ്യം ചെയ്യും. ഇതിനോടകം തന്നെ 10 പേരെ വെറുതെ വിട്ടതിനെതിരെ പ്രോസിക്യൂഷൻ കോടതിയെ സമീപിക്കും, അല്ലെ അവരുടെ വീട്ടുകാർ മേൽക്കോടതിയെ സമീപിച്ചേക്കും. പ്രതിഭാഗം ഈ ശിക്ഷാവിധിക്കെതിരെ പോയേക്കും. ഇനി ശിക്ഷ കുറഞ്ഞാൽ ഈ പ്രോസിക്യൂഷനും കോടതിയിൽ പോകാം. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച ചർച്ച അതിൻ്റെ തുടർച്ച എന്ന വണ്ണം പറയുകയാണെങ്കിൽ, നമ്മളുടെ ചട്ടമനുസരിച്ച്, റൂൾസ് അനുസരിച്ച് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് ഈസ് ദ റൂൾ ആൻഡ് ദ ഡെത്ത് സെൻറ്റൻസ് ഈസ് ദ എക്സെപ്ഷൻ. ഇതാണ് പൊതുവെ നമ്മളുടെ കോടതികൾ അനുവർത്തിച്ചു വരാറുള്ളത്. സാധാരണ കേസുകളിൽ ഈ പറയുന്ന ജീവപര്യന്തത്തിൽ ഒതുക്കുകയും അല്ലെങ്കിൽ അതിൽ നിൽക്കാത്ത കേസുകളിലാണ് ഈ വധശിക്ഷ നൽകുകയും ചെയ്യുന്നത്. വധശിക്ഷ നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിൽ ഈ പ്രതിക്ക് മനപരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ എന്നതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ നമ്മളറിയാം, ഈ 2-3 കേസുകളിൽ സമീപ ദിവസങ്ങളിൽ ജയിൽ റിപ്പോർട്ട് കോടതി വാങ്ങി പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അത് അങ്ങേയറ്റം ബ്രൂട്ടലായ ചില കൊലപാതക കേസുകളിലൊക്കെ ആയിരുന്നു. ഈ റേപ്പ് അടക്കം, പോക്സോ അടക്കമുള്ള കേസുകളിൽ ഈ പ്രതിയുടെ ജയിലിലെ പെരുമാറ്റം, ഈ ജയിലിൽ ഈ പ്രതി എങ്ങനെ പെരുമാറുന്നു, അപ്പോൾ ഇയാളിൽ കുറ്റബോധത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ ഒരു കണികയെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ തൂക്കുകയറിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ എന്നതാണ് അത്തരം കേസുകളിൽ വിചാരണ കോടതികൾ നോക്കുന്നത്. അങ്ങനെ ഈ പശ്ചാത്താപത്തിൻ്റെ, കുറ്റബോധത്തിൻ്റെ ഒരു സൂചനയുമില്ലാത്ത, അതായത് ചെയ്ത തെറ്റിനെ ഓർത്ത് ഒരിറ്റ് കണ്ണീർ വീഴ്ത്തുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് നേരിയ തോതിൽ മനപരിവർത്തനം ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിയും. പക്ഷേ പല ജയിൽ റിപ്പോർട്ടുകളിലും നിർഭാഗ്യവശാൽ നമ്മൾ കാണാറുള്ളത് ഈ ചെയ്ത തെറ്റിനെക്കുറിച്ച് പശ്ചാത്താപമില്ല എന്ന് തന്നെയല്ല, ഇയാൾ ഒരു കൊടും ക്രിമിനലാണെന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഓരോ മിനിറ്റിലും നോക്കാവുന്ന സ്വഭാവ സവിശേഷതകളുള്ള പ്രതികളാണ്. അത്തരം കേസുകളിലാണ് അതൊക്കെ വധശിക്ഷയിലേക്ക് കോടതി പോവുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ പ്രതിഭാഗം അഭിഭാഷകർ പറയുന്നത് ഇവർക്ക് മാനസാന്തരം വരാം, ഇവർ മാനസാന്തരം വന്നിട്ടുണ്ട്, ഇവർ സ്ഥിരം കുറ്റവാളികളല്ല, ഇവർ ഒരു ഹാബിച്വൽ ഒഫൻഡേഴ്സ് എന്നതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. സ്ഥിരം കുറ്റവാളികളല്ല എന്നതും ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഒരു കൊലപാതകം നടത്തുന്നു എന്നതൊക്കെ ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള ഘടകങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ 2 ചെറുപ്പക്കാരെ കൊല്ലുന്നതിന് വേണ്ടി ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അപ്പോഴത് ആസൂത്രണം ചെയ്ത ഒരു പ്ലാൻഡ് മർഡർ എന്ന നിലയിൽ തന്നെയാണ്. അവിടെ വീണ്ടും ഈ പ്രതികൾക്ക് എതിരായി മറ്റു കാര്യങ്ങൾ, അതായത് കോടതി മുൻപാകെ റയറസ്റ്റ് ഓഫ് റയർ എന്ന കേസ് അവിടെ വീണ്ടും വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇവർക്ക് മനപരിവർത്തനമുണ്ട്. ഇവർ സ്ഥിരം കുറ്റവാളികളല്ല, ഇവർക്ക് വീണ്ടും ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കാൻ തക്ക നിലയിലേക്ക് ജയിൽവാസം കൊണ്ട് ഇവർ മാറും എന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്തുകയാണ് നേരത്തെ ശ്രീധരൻ വക്കീൽ ചെയ്തത്. അങ്ങനെ ഇവർ മനപരിവർത്തനം വന്നിട്ടുണ്ട്, ഒരു പരിഷ്കൃത സമൂഹത്തിൽ നമുക്കൊപ്പം ജീവിക്കാൻ ഇവർക്ക് കഴിയും, ഇവരത് തെളിയിച്ചിട്ടുണ്ട് എന്ന് കോടതി മുൻപാകെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് കോടതിയെ ബോധ്യപ്പെടുത്തുക, അത് കോടതിക്ക് വേണമെങ്കിൽ ജയിൽ റിപ്പോർട്ട് വാങ്ങിച്ചു നോക്കാം, കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് വേണമെങ്കിൽ അയക്കാമായിരുന്നു. പക്ഷെ അതൊന്നും കോടതി ഇവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ കോടതി അതിൽ ഒരു ഡിസൈഡഡ് ആണ്, തീരുമാനം എടുത്തിട്ടുണ്ട്. ഉണ്ടാവുക. ദിലീപ് കുമാർ കൂടി ചെയ്ത ന്യൂസ് ഡെസ്ക്. ദിലീപ് കുമാർ, ഇതിൽ വ്യവഹാര വഴി മാത്രമല്ല, ഉറപ്പായും അതിൽ രാഷ്ട്രീയമുണ്ട്. സാധാരണഗതിയിൽ ഒരു പൗരന്റെ ജീവന്റെ കസ്റ്റോഡിയൻ സ്റ്റേറ്റ് ആണെന്ന് പറയുമ്പോൾ ഇത് പ്രതികൾക്ക് വേണ്ടി 88 ലക്ഷത്തോളം രൂപ, 1 കോടിക്കടുത്തുള്ള, 1 കോടിക്ക് മുകളിൽ സർക്കാർ പ്രതികൾക്ക് വേണ്ടി സർക്കാർ ഖജാനയിൽ നിന്ന് ചെലവിടുന്ന കാഴ്ച നമ്മൾ കണ്ടു.
അത് CPM തിരിച്ചടക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്ന കാണുന്നുണ്ട്. ശിക്ഷാവിധി പ്രഖ്യാപനത്തിന് ശേഷം പ്രതികരണമാവാമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. അപ്പോൾ ഈ ശിക്ഷാവിധിക്ക് ശേഷം ഉണ്ടാകാനിടയുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഏതു രീതിയിലാകും? ബി ദിലീപ് കുമാർ. ഹാഷ്മി, കേരളം കാത്തിരിക്കുകയാണ് എന്താണ് എറണാകുളം CBI കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന വിധി എന്ന കാര്യത്തിൽ. നേരത്തെ CPIഎമ്മിന് വലിയ തിരിച്ചടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. കേസ് CBI അന്വേഷിക്കുന്നതിന് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അതിനെതിരായ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത്. പിന്നീട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ, പിന്നീട് സുപ്രീം കോടതിയിലൊക്കെ മുതിർന്ന അഭിഭാഷകരെ രംഗത്തിറക്കി. നേരത്തെ ഹാഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ 1 കോടിയിൽ പരം രൂപ ഈ അഭിഭാഷകർക്കായി ചെലവഴിച്ചിരുന്നു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ രഞ്ജിത്ത് കുമാർ, മനീന്ദർ സിംഗ് തുടങ്ങിയവരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലും അതോടൊപ്പം സുപ്രീം കോടതിയിലുമൊക്കെ എത്തിച്ചാണ് ഇതിൻ്റെ വാദം, അതായത് CBI അന്വേഷിക്കേണ്ടതില്ല എന്ന ആവശ്യം സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ആ ആവശ്യം അപ്പാടെ കോടതികൾ തള്ളിക്കളയുകയായിരുന്നു. CBI അന്വേഷണത്തിലേക്ക് എത്തി. ഇപ്പോൾ തന്നെ ഈ 14 പ്രതികളിൽ 4 പ്രതികളിലേക്ക്, അതായത് CPIM നേതാക്കളായ 4 പേരിലേക്ക് പിന്നീട് ഈ അന്വേഷണം എത്തിയത് CBI അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. 24 പ്രതികളായിരുന്നു CBI പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 1 മുതൽ 14 വരെ പ്രതികളെ നേരത്തെ ക്രൈംബ്രാഞ്ച്, അതിൽ CPIഎമ്മിൻ്റെ മുൻ ലോക്കൽ സെക്രട്ടറിയും 1-ാം പ്രതിയുമായ A. പീതാംബരൻ ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ പ്രതികളെ 1 മുതൽ 14 വരെ പ്രതികളെ നേരത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ചേർത്തിരുന്നതാണ്. പിന്നീടാണ് 10 പ്രതികളെ കൂടി CBI അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയെക്കുറിച്ചാണ് പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നത്. 10 പ്രതികൾ കൂടി പിന്നീട് വരികയുണ്ടായി. ഇതിൽ ഉദുമയിൽ നിന്നുള്ള മുൻ MLAയും CPIഎമ്മിൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ, അതോടൊപ്പം മറ്റു ചില CPIM നേതാക്കൾ, ഉദുമയിൽ നിന്നുള്ള മുൻ ഏരിയ സെക്രട്ടറിയും ഇപ്പോൾ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായ KV മണികണ്ഠൻ, CPIഎമ്മിൻ്റെ മുൻ പാക്കം ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി, മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ ബാങ്ക് സെക്രട്ടറിയുമായ KV ഭാസ്കരൻ തുടങ്ങിയ CPIM നേതാക്കൾ ഈ കേസിൽ പ്രതികളാണ്. എന്താണ് എറണാകുളം CBI കോടതി ഈ പ്രതികൾക്ക് വിധിക്കാൻ പോകുന്ന ശിക്ഷ? കഴിഞ്ഞ ശനിയാഴ്ച 28-ാം തീയതിയാണ് ഈ കേസിലെ പ്രതികൾ 14 പ്രതികൾ നിഷ്ഠൂരമായ കൊലപാതകം, ക്രൂരമായ കൊലപാതകം, പ്രതികളൊക്കെ CPM പ്രവർത്തകർ, 6 വർഷത്തെ നിയമ പോരാട്ടം, അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള കേസിന്റെ ശിക്ഷാവിധി പ്രഖ്യാപനം അല്പസമയത്തിനകം വരാൻ പോകുന്നു. 12:15